ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ ഇവിടെ നിൽക്ക്, ലൈറ്റ് ഇല്ല ഗൈസ്. ഇപ്പോൾ ടൈം എന്ന് പറയുന്നത് മോർണിംഗ് 6 ആവുന്നു. അപ്പോൾ നമ്മളിന്ന് ജിമ്മിലേക്കല്ല, സ്വിമ്മിങ്ങിലേക്കാണ് പോകുന്നത്. ഓക്കെ, അതിനു മുമ്പ് ഒരു പ്രധാനപ്പെട്ട കാര്യം ഗൈസ്, നമ്മുടെ കയ്യിലൊരു കസ്റ്റമൈസ്ഡ് ബാഗ് കിട്ടിയിട്ടുണ്ട് കേട്ടോ എജു മാർട്ടിന്. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ കുഞ്ഞു മക്കൾക്ക് ബ്യൂട്ടിഫുൾ ആയിട്ട് കസ്റ്റമൈസ് ചെയ്യാം. ഞാൻ താഴെ അവരുടെ ഇൻസ്റ്റാ ലിങ്കും ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. വിത്തിൻ 4 or 5 ഡേയ്സിൽ നിങ്ങൾക്ക് ഇത് ഏത് ക്യാരക്ടർ വേണമെങ്കിലും വെക്കാം, നിങ്ങളുടെ ഫോട്ടോ വെക്കാം, എല്ലാം ചെയ്യാം. അത്യാവശ്യം 2 year വാറണ്ടിയുള്ള ക്വാളിറ്റിയുള്ള ബാഗ്സ് ആട്ടോ. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ മെസ്സേജ് ഇൻസ്റ്റയിൽ മെസ്സേജ് ചെയ്യാം. നമ്മുടെ എജു മാർട്ടിനാണ്, ഇല്ലെങ്കിൽ എല്ലാ എജു മാർട്ടിൻ്റെ എന്താ കാണിക്കണം നീ എല്ലാ എജുമാർട്ടിൻ്റെ ഷോപ്സിലുണ്ടാവും കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് അടിപൊളിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. വാഷ് ബാഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട് സ്വിമ്മിങ്ങിന്. ഓക്കെ, ബൈ. അപ്പോൾ ഇതിപ്പോൾ എത്രാമത്തെ ദിവസത്തെ ആണെന്നൊന്നും നമുക്കറിയില്ല. ഓക്കെ, അപ്പോൾ പുതിയൊരു ടെക്നിക്സ് ഇവിടെ പഠിച്ചിട്ട് കാണിച്ചു തരാൻ പോവാണ്. നമ്മളിവിടെ കുറേ അങ്ങനെ പിടിച്ച്, ഓക്കെ, അങ്ങനെ പിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇല്ലില്ല, ബാക്കിൽ ആരുമില്ല, വിട്ടോ ഗൈസ്. അങ്ങനെ ഇങ്ങനെ പിടിച്ചിട്ടൊന്ന് സ്വിം ചെയ്തിട്ട് പോകാൻ നോക്കാം കേട്ടോ. ഓരോരോ ദിവസവും ഓരോരോ ഇമ്പ്രൂവ്മെൻ്റ് ആട്ടോ നിങ്ങൾക്ക് കാണുന്നത്. ഗൈസ്, ഇവിടെ അദ്ദിക്കുട്ടൻ വന്നു. ടീക്കുട്ടി ഇങ്ങനെ മെല്ലെ ഫ്ലോട്ട് ചെയ്തിട്ട് ഇതാക്കട്ടെ. രണ്ടുപേരും കൂടെ മുട്ടട്ടെ. അടിപൊളി, 2 പേരുണ്ട്. ഇവിടെ ഇങ്ങനെ ചാടി നോക്കാൻ പോവാണ്. അങ്ങനെയല്ല, എടാ കൈ നേരെ വെച്ച് ചാട്. അങ്ങനെയല്ല, കൈ വെച്ച് ചാടിക്കോ. വീണ്ടും പേടിയാവണു, തുടങ്ങിയിട്ടീടെ വേറെ പേടിയാവണു. വെറുതെ ചാടണ്ട, ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഉള്ളിക്ക് പോ. യെസ് വെക്കാം. ഓക്കെ ഗൈസ്, ഇവിടെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. കൈ വെച്ചിട്ട് കൈ വേണം ആദ്യം ചെയ്യാൻ. ഇവിടെ ഓരോരോ ട്രെയിനറാണ് കേട്ടോ. അത് നോക്കിയതേ ഓരോരുത്തരും. ഓക്കെ റെഡി. ടിയ, ഈ പേടിയാണോ എന്നുള്ളത് നമ്മൾ നിരോധിച്ചിരിക്കുന്നു കേട്ടോ ഗൈസ്. ഇതിപ്പോ ഇവിടെ ചാടും, നമ്മൾ ഇവിടുന്ന് ചാടിയിട്ടേ പോവും. ഓക്കെ, ഇവിടുന്ന് ചാടിയിട്ടേ നമ്മൾ പോവും. എല്ലാവരും ഇവിടെ കാണിച്ചു കൊടുക്കുന്നുണ്ട്, പക്ഷെ ഓരോരുത്തർക്ക് ഓരോരോ വിധമല്ലേ. ഓക്കെ റെഡി ടിയ റെഡി. ഓക്കെ ഗൈസ്, ബാക്കിന്ന് അദ്വൈക്ക് ഉന്തിന്നു. ഓരോരുത്തർ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഒരു മിനിറ്റ് ഒരു സെക്കൻഡ് ഗൈസ്. ഇവിടെ ടീച്ചർ ഇങ്ങനെ ഇതാക്കി കൊടുക്കുക കേട്ടോ. ഒന്ന് ട്രൈ. 2 കാലും ബെൻഡ് ചെയ്ത്. ഓക്കെ ഓക്കെ, ഇങ്ങനെ എല്ലാം ബെൻഡ് ചെയ്തോ. യെസ് ഗൈസ്, അങ്ങനെ ചാടി ടീക്കുട്ടി അവിടെ എത്തിട്ടോ. ഓക്കെ, ബെൻഡ് ചെയ്ത് ഡൈവ് ചെയ്തിട്ടുള്ള ഒരു ഇതാണ് കേട്ടോ. ചിക്കു മാറും വന്ന ചിക്കു പ്ലീസ് ട്ടോ. അവൻ വേഗം കഴിഞ്ഞു. ഇനിയിപ്പോൾ ടീക്കുട്ടി ഇങ്ങനെ ചാടാൻ പോവാട്ടോ. പക്ഷെ ആ ഉള്ളിൽ നിന്ന് ഒരു പേടി ഉണ്ടല്ലോ മക്കളെ, അത് മാറുന്നില്ല. നമ്മൾ മാറ്റിയെടുക്കും കേട്ടോ ഗൈസ്. ഗുഡ്. അങ്ങനെ ചാടി അങ്ങോട്ട് പോയിട്ടുണ്ട് കേട്ടോ. വെറൈറ്റി ട്രിക്ക് കാണിച്ചു തരാം കേട്ടോ. നമുക്ക് ഈ ക്യാപ്പ് നമ്മളിത് ഇങ്ങനെ ആക്കി, കയ്യിൽ വെള്ളമുണ്ട്, അപ്പോൾ ഡാഡി ഇങ്ങനെ ഇടുന്നുണ്ട്. യെസ് ഗൈസ്, കറക്റ്റായി വന്നു. ഇപ്പോൾ പുതിയൊരു സംഭവം കാണിച്ചു തരാം. എല്ലാം സെറ്റാക്കി വെള്ളം മുഴുവൻ നിറച്ചിട്ടുണ്ട്. ഇനി അദ്ദിക്കുട്ടൻ ടീക്കുട്ടിയുടെ തലയിൽ സെറ്റാക്കിയിട്ട് ഇടാൻ പറ്റുമോ നോക്കാം കേട്ടോ. അതായത് നമ്മളുടെ ക്യാപ്പ്. ഓക്കെ റെഡി. ഓക്കെ, നല്ല ഹൈറ്റിൽ ചിക്കു, ഹൈറ്റിൽ പൊന്നാ. റെഡി 1 2 3 ഗൈസ്. പണി പാളിപ്പോയി ഗൈസ്. ഓക്കെ, അതെ, ക്യുക്കായിട്ട് സ്നാക്സ് അതാണ്. ഇത് പിന്നെ എല്ലാവരും കണ്ടിട്ടുള്ള സംഭവങ്ങളായിരുന്നു. അതിൽ നമ്മൾ വെറൈറ്റി ആയിട്ട് തോന്നിയതായിട്ട് ഒന്നുമില്ല. ഈ ഒരു സ്കെയിലാണ് തോന്നിയത് അല്ലേ ടിയ? യെസ്, അതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. പിന്നെ അതുപോലെ തന്നെ ഈ ന്യൂട്രല്ലയുടെ ഈ ഒരു സാധനം ഏതാ നോക്കട്ടെ. ഫ്ലെക്സിബിൾ ആണോ?
യെസ്, അപ്പോൾ നമ്മൾ സ്നാക്സ് ഷോപ്പിംഗ് കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു സാധനം നമ്മൾ ഇന്ന് വരെ അത് കഴിച്ചിട്ടില്ല. അപ്പോൾ ഇത് കഴിച്ചവർ ആരെങ്കിലും ഉണ്ട്? ഇതിനെന്താ റേറ്റ് വരുന്നത്? പിന്നെ ഇതിന് അത്യാവശ്യം അല്ലല്ല, പിന്നെ 45. ഇതിന് എങ്ങനെയും അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ടാവണം. 166 രൂപ കേട്ടോ ഈ ഒരു സാധനത്തിന്. എങ്ങനെ ഉണ്ടാവും നോക്കാം. ആടാ നന്നായിട്ടുണ്ടടാ. യെസ്, ഓക്കെ. പുറത്തുനിന്ന് അല്ലേ? യെസ്, എനിക്ക് തോന്നുന്നു തങ്കു ചേച്ചി, അയ്യോ താഴെ പോവില്ലേ, ഇതെനിക്ക് തോന്നുന്നു തങ്കു ചേച്ചി പാരീസിന്നോ ഹോങ്കോങ് എവിടെ നിന്നോ ഒരെണ്ണം നമ്മൾ കൊണ്ട് നോക്കട്ടെ ഗൈസ്. ഇങ്ങനെയാ ഉണ്ടാവുക, കുഴപ്പമില്ല. നമുക്കൊന്ന് കഴിച്ചു നോക്കാം. എങ്ങനെയുണ്ട്? നന്നായിട്ടില്ലേ? ഓക്കെ, അതൊരു വെറൈറ്റി സാധനം കേട്ടോ അത് നമ്മൾ ചെയ്തത്. പിന്നെ ഇതിൻ്റെ ബില്ല് എനിക്ക് തോന്നുന്നു 6000 ആ ഒരു റേഞ്ച് ആയിട്ടുണ്ട് നമ്മൾ മൊത്തം. പിന്നെ ഇതെല്ലാം ഓഫേഴ്സാണ് കേട്ടോ. അപ്പോൾ നമുക്ക് 2 വാങ്ങിയതാണ്. പിന്നെ പ്രത്യേകിച്ച് വെറൈറ്റി എന്നൊന്നും പറയാനില്ല, എല്ലാവരുടെ കയ്യിലുമുള്ള സംഭവങ്ങൾ തന്നെയാണ് അല്ലേ ടിയ? വേറെ എന്താ ഉള്ളത്? ഈ ഒരു സാധനം, ദിസ് വൺ, ഇതിനി നമുക്കിനി ഒതുക്കിപ്പെറുക്കി വെക്കണം ഗൈസ്. ഇത് ചീസ്, ഇത് പുറത്തുനിന്ന് കഴിക്കാം കേട്ടോ, ഇവിടെ നിന്ന് കഴിക്കണ്ട. നമ്മൾ ആൻറ്റിബയോട്ടിക്കും ഗൈസ്. ചീസി സാധനം വാങ്ങിയിട്ടുണ്ട്. ദെൻ മമ്മയുടെ പാസ്ത, പിന്നെ കുറേ സാധനങ്ങൾ, പിന്നെ മറ്റെന്താണ് ശരവണ ഭവന അല്ലല്ല, സ്വീറ്റ്സ് കുറേ സാധനം. യെസ് ഗൈസ്, ഇവിടെ ആനന്ദാസ് സ്വീറ്റ്സ് വാങ്ങിയിട്ടുണ്ട്. എൻ്റെ അമ്മ എന്തൊക്കെ സ്വീറ്റ്സ് അവിടെ വാങ്ങിയിരിക്കുന്നത്! ഓ മൈ ഗോഡ്, അതൊക്കെ എന്ത് സ്വീറ്റാ? കുറേ സ്വീറ്റ്സ് ഇവിടെ ഡാഡി മക്കളും കൂടെ പർച്ചേസിങ് നടത്തിയിട്ടുണ്ട് കേട്ടോ. അതിൽ ഞാൻ ഇൻവോൾവ് അല്ല. പിന്നെ നമ്മൾ ആനന്ദാസിന് വാങ്ങിയ കുറേ സ്വീറ്റ്സ് കേട്ടോ. ഷോ, അത് അത്തിക്കുട്ടൻ ഇവിടെ ഇങ്ങനെ തുറന്നു കൊടുത്തുകൊണ്ടിരിക്കുക. ടീക്കുട്ടിയുടെ ഫേവറേറ്റ്. ടീക്കുട്ടി വലുതായി കഴിഞ്ഞാൽ ഈ ഫാക്ടറിൻ്റെ ഓണർ ആവുമെന്നാണ് പറയുന്നത് ഗൈസ്. ഈ ഫാക്ടറി, ഇത് ഉണ്ടാക്കുന്ന ഫാക്ടറിൻ്റെ ഓണർ ഇവിടെ. നല്ല ടേസ്റ്റ്. ഓ, ഇതിനാണോ ഇഷ്ടം, മമ്മനാണോ ഇഷ്ടം? അങ്ങനെ ഒരു പ്രശ്നമാണ് ടീക്കുട്ടിക്കുള്ളത്. പിന്നെ നമ്മളത് ഇത് ആർക്കൊക്കെ ഇത്ര കാജു ഹൽവ, കാജു സംതിങ്, അത്രയും ക്രേസ് ആട്ടോ. പിന്നെ ഇതാ, ഓ ഇവിടെ അത്തിക്കുട്ടന് ഇനിയും കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഇതൊന്ന് ഓപ്പണാക്ക്. ഇതെന്തായിരുന്നു? ഇത് പൊന്നു ചേച്ചിക്ക് ഇപ്പോൾ വായിലിട്ട് കൊടുത്ത് വന്നതാ. സുംപ്പയ്ക്കാ കൊടുക്കണ്ടേ? സുംപ്പ ഓഫീസിൽ പോയി. സുംപ്പയ്ക്ക് ഇതിൻ്റെ ക്രേസാ. ഓ മൈ ഗോഡ് ഗൈസ്, ഇതൊക്കെ ഹൈലി നെയ്യാട്ടോ. ഒറ്റല്ലേ? അങ്ങനെ ഒറ്റിപ്പോവാ. ഓ, ഫുള്ള് നെയ്യ് സാധനം. ഇവിടെ അദ്ദിക്കുട്ടൻ ഇനിയും ഓപ്പൺ ആക്കിയിട്ടില്ല ഗൈസ്. ഫൈനലി നമ്മുടെ അദ്ദിക്കുട്ടൻ വാങ്ങിയ സാധനം ഓപ്പൺ. അത് മാറ്റി വെക്കടാ. കഴിച്ചു പൊന്നെ. എന്തായിരിക്കും ചോദിച്ചാൽ ഫുള്ളി ഗീയാട്ടോ. ഗിയ എങ്ങനെയുണ്ട്? എനിക്കിതൊന്നും ഇഷ്ടമല്ല. കുഴപ്പമില്ല, എനിക്കത് ഇഷ്ടമല്ല. എനിക്കിതാട്ടോ ഇഷ്ടം. തീരെ അടിച്ചു മാറ്റാൻ റെഡിയായി നിൽക്കുകയാണ്. മമ്മയ്ക്ക് പറഞ്ഞോ? ഓക്കെ.